You are listening to Kerala's #1 FM, Love FM. It's a Love Bites. Kuda Reenu and Biju Menon. Biju, love, പ്രണയം, ആ 3 അക്ഷരമുള്ള വാക്ക് ബിജു മെനൻ എന്താ? പ്രണയം വളരെ സുഖമുള്ള ഒരു ഏർപ്പാണ്. ആക്ച്വലി അത് നന്നായിട്ടിരിക്കുന്നിടത്തോളം കാലം ഒരാളോട് മാത്രമോ? അത് നമ്മുടെ ഇഷ്ടമാണ്. ആക്ച്വലി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും കൊണ്ടുപോകും. അത്ര അതിൻ്റെ സിൻസിയറിറ്റിയുടെ ലെവൽ കുറയും. പക്ഷെ ഒരാളോട് മാത്രമാകുമ്പോൾ നമ്മൾ കൂടുതൽ അത് എൻജോയ് ചെയ്യുമെന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ ഒരാളോട് മാത്രമുള്ള പ്രണയം നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രണയത്തിന് കുറച്ചും കൂടെ ഒരു ഡെപ്ത് ഉണ്ടാവും. ഒരു സംശയം ചോദിക്കുകയാണ്, ഫസ്റ്റ് ലവ്, ആദ്യ പ്രണയം ഇതായിരുന്നോ? ഒരിക്കലുമല്ല. ആദ്യം ഓരോ സമയത്തും എനിക്ക് ഓരോരോ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടായത്. ഫസ്റ്റ് പ്രണയം ഇപ്പോൾ പറഞ്ഞ ഞങ്ങൾ ചീത്ത വിളിക്കുമെന്നാലും 6th സ്റ്റാൻഡേർഡിലായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രണയം. അത് കഴിഞ്ഞ് 10th പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിലുണ്ടായിരുന്നു, ബികോമിനുണ്ടായിരുന്നു, നെക്സ്റ്റ് ഫിലിമിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾ. സിനിമയിലെ പ്രണയം? സിനിമയിൽ അതല്ലേ എന്റെ വീട്ടിലിരിക്കുന്നത്. ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെ പ്രണയിക്കാൻ പെൺകുട്ടികൾക്ക് പേടിയാന്നപ്പിച്ചു ഇതുവരെ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത്. എന്റെ ചിന്താരീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. വെൽ, കേട്ടുകൊണ്ടിരിക്കുന്നവരോടൊരു കാര്യം പറയട്ടെ. ഇഫ് യു വോണ്ട് ടു ആസ്ക് ബിജു മെനോൻ എനി ക്വസ്റ്റ്യൻ, 56070 ആണ് നമ്പർ. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ഒരിക്കൽ കണ്ടിട്ടുള്ള ആരും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമ. ക്ലബ് FMൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു ആൻഡ് ബിജു മേനൻ. അതിലെ പാട്ടുകൾ വളരെ പ്രത്യേകതയുള്ളതല്ലേ? മനസ്സിൽ പ്രണയം മുട്ടിട്ട സമയത്തല്ലേ ആ സിനിമ? പ്രണയം പൂട്ട സമയമായിരുന്നില്ല അതൊരിക്കലും. കൃഷ്ണകുടിയുടെ സമയം ഒരിക്കലും അല്ല. പക്ഷെ അതിലത്തെ പാട്ടുകൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം വിദ്യാസാഗർ എന്ന മജീഷ്യന്റെ മനോഹരമായ വർക്കാണ്. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്തത് മറ്റേ ഊട്ടിയിലെ വളരെ തണുപ്പുള്ള സ്ഥലത്ത് ഒരുപാട് മിസ്റ്റുള്ള സമയത്ത്. പക്ഷെ അത് വളരെ ആപ്റ്റായിരുന്നു അറിയില്ല, ആ സിറ്റുവേഷനും മിസ്റ്റിനും എല്ലാം. അതിലൊരു കാത്തിരിപ്പ് എന്നിട്ടൊരു സോങ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഫീലുള്ള സോങ് ആയിരുന്നു. അത് ഷൂട്ട് ചെയ്ത് തന്നെ ക്യാമറമാൻ സുമാറാണ് വർക്ക് ചെയ്തത്. പക്ഷെ ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു നമുക്കത്. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിലൂടെ ആ പാട്ടൊന്ന് പാടോ? കാത്തിരിപ്പൂ കൺമണി. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FMലെ ലവ് ബൈറ്റ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ റീനു, എന്റെ കൂടെ ബിജു മേനൻ. അഭിനയിച്ച പല സിനിമകളിലും പ്രണയം വിട്ടുകൊടുക്കാൻ മടിയില്ലാത്ത ഒരു നായകനായിട്ടാണ് ബിജുവിനെ കാണിക്കുന്നത്. റിയൽ ലൈഫിലും അങ്ങനെ പ്രണയം വിട്ടുകൊടുക്കുന്ന ഒരു നായകനാണോ? സിനിമയിൽ ഞാൻ ഒരുപാട് അങ്ങനെ പ്രണയം വിട്ടുകൊടുത്തിട്ടുണ്ട്. ലൈഫിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇതെല്ലാവരും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നമ്മൾ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയോട് മറ്റൊരാൾക്ക് പ്രണയം തോന്നും, അല്ലെങ്കിൽ നമ്മളെ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് വേറൊരാളോട് പ്രണയം തോന്നും. സോ ആ സമയത്ത് എന്താ ചെയ്യണ്ടേ? പെൺകുട്ടിയെ മറ്റൊരാൾ നമ്മളെക്കാൾ പ്രണയിക്കുന്നുണ്ട് നമ്മൾ മാത്രം അറിഞ്ഞിട്ടുള്ളെങ്കിൽ മൈൻഡ് ചെയ്യാൻ കാര്യമില്ല. അല്ലാതെ പെൺകുട്ടിക്ക് നമ്മളെക്കാൾ കൂടുതൽ മറ്റൊരു പ്രണയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുകൊടുക്കുന്നതിന് ബൈ പറയുന്നതല്ല. നമ്മുടെ ഫീലിങ്സ് ഇതിനാ വേസ്റ്റ് ആക്കുന്നല്ലേ? ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ അടുത്ത പാട്ട് റീനു ബിജു മേനനെ ഡെഡിക്കേറ്റ് ചെയ്യുക. പ്ലസ് നിങ്ങൾക്കും ഇങ്ങനെ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണോ എന്ന മെസ്സേജ് അയച്ചോളൂ 56070. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മഴ, മേഘമൽഹാർ, പ്രണയവർണ്ണങ്ങൾ, കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത്, അങ്ങനെ ബിജു മേനനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് റൊമാൻറ്റിക് മൂവീസ് മനസ്സിലേക്ക് വരും. ക്ലബ് FMൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ബിജു മേനൻ. ബിജു, മഴ എന്ന മൂവി നിറയെ പ്രണയമാണ്. മഴയും പ്രണയവും തമ്മിൽ ശരിക്കുള്ള ബന്ധം എന്താ? മഴയും പ്രണയവും തമ്മിൽ വളരെ സുഖമുള്ള ഏർപ്പാടാണ്. ഒരു പ്രകൃതിയുടെ വലിയൊരു അത്ഭുതം തന്നെയാണ് മഴയും പ്രണയവും തമ്മിൽ. സംയുക്തയുടെയും ബിജു മേനന്റെയും ലൈഫിനെ കുറിച്ച് പറഞ്ഞാലോ? എന്റെ ലൈഫിലും ഒരുപാട് ഏരിയകൾ ഞങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സംയുക്തയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് മഴ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മഴ. ഇപ്പോഴും മഴ വരുമ്പോൾ ഞങ്ങളൊരു കോഫിയുമായിട്ട് ബാൽക്കണിയിലിരിക്കാൻ ഇഷ്ടമാണ്. മഴയത്ത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്കും സംയുക്തയ്ക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. വെറുതെ ഇരിക്കാനല്ല, മഴ ആസ്വദിച്ചിരിക്കുക. എന്റെ മനസ്സിലേക്ക് മഴ ഒരുപാട് റൊമാൻസ് കൊണ്ടുവരാറുണ്ട്. പക്ഷെ എനിക്കെന്തോ ഡിസംബറിനോടാണ് കൂടുതൽ ഇഷ്ടം. ഡിസംബറിലെ ആ തണുപ്പ എന്നെ കൂടുതൽ റൊമാൻറ്റിക് ആക്കുന്നത്. ഡിസംബറിലെ ഈ രാവിൽ ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ നിങ്ങൾക്കായി ഒരു റൊമാൻറ്റിക് ട്രാക്ക്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്.